ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് IPC 498A എന്ന വകുപ്പിനെ കുറിച്ചാണ്. മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വകുപ്പായിരിക്കും ഇത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭാര്യയെ ഭർത്തൃ വീട്ടുകാർ ഹരാസ് ചെയ്യുന്നതിന്, അതായത് സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നതിനെയാണ് IPC 498A എന്ന വകുപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പണിഷ്മെൻ്റാണ് 498 വകുപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പാണ്. അതായത് കുടുംബ കോടതി കേസിനോടനുബന്ധിച്ചും ഭർത്തൃ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിനു വേണ്ടി സ്ത്രീകൾ വളരെയധികം ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരു വകുപ്പാണ് ഇത്. യഥാർത്ഥ കേസുകൾ ഇല്ലാതില്ല, പക്ഷെ മിക്കപ്പോഴും ഈ വകുപ്പിൻ്റെ ദുരുപയോഗമാണ് കണ്ടുവരുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരം കളവായ കേസുകളുടെ ആധിക്യം കാണുകയും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ പോലീസിനെ വളരെയധികം വിമർശിച്ചുകൊണ്ട് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയും ഉണ്ടായി. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഏകദേശം 17ഓളം കേസുകൾ ക്വാഷ് ചെയ്ത്, അതായത് റദ്ദാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിക്കുകയുണ്ടായത്. ഫാൾസായി, അതായത് കളവായി ഇത്തരത്തിൽ പരാതികൾ വന്നാൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പോലീസിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ഉണ്ടായി. ആയതിനാൽ നിങ്ങൾ ഇപ്രകാരം IPC 498 കേസിൽ പ്രതിയായി ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് നേരിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആയതിൽ കുറ്റപത്രം ചാർജ് വായിച്ച് കേൾപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കായത് കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതിന്, അതായത് കേസിൽ നിന്ന് വെറുതെ വിട്ടു പോകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഈ അടുത്തിറങ്ങിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയതിൻ്റെ വിധിന്യായങ്ങളും നിങ്ങളുടെ വക്കീലിനോട് പറഞ്ഞ് സംഘടിപ്പിച്ച് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ളൊരു ഹർജി കൊടുക്കാവുന്നതാണ്. വിചാരണ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ പ്രതിയെ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടിയാണ് ഡിസ്ചാർജ്. ഇത്തരത്തിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്ത് നിങ്ങളുടെ അഭിഭാഷകന് കേസ് കാര്യങ്ങളിൽ യാതൊരുവിധ കഴമ്പും ഇല്ല, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളിലോ കുറ്റപത്രത്തിലോ യാതൊരുവിധ കഴമ്പും ഇല്ല എന്ന് വാദിച്ച് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്നുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ്. മിക്കവാറും 99% ഈ അപേക്ഷ അനുവദിക്കപ്പെടുന്നതാണ്. അതിന് കൃത്യമായ രീതിയിൽ ഈ വിധി പകർപ്പുകൾ തയ്യാറാക്കി ഹർജിയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ആയതിനു വേണ്ട ഉപദേശം നിങ്ങൾ അഭിഭാഷകന് കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സുദീർഘമായ വിചാരണ നടപടികളിലൂടെ പോകാതെ തന്നെ കേസിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെയധികം പേരുടെ കേസുകൾ കോടതികൾ ഒഴിവാക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ആയതിനാൽ ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക്